2023 നാസയുടെ MAVN പേടകം ചൊവ്വയുടെ ഉപരിതലത്തിന്റെ അവസാനത്തെ ഏക്കറും മാപ്പ് ചെയ്തു. ചുവന്ന ഗ്രഹം, നമ്മുടെ അയൽക്കാരൻ. അവിടുത്തെ ഓരോ മലയും താഴ്വരയും പൊടിയും ഇപ്പോൾ നമ്മുടെ കൈപ്പടത്തിലുണ്ട്. മാപ്പിംഗ് ശതമാനം 100%. എന്നാൽ തിരിഞ്ഞു നോക്കൂ, നമ്മുടെ കാലിനടിയിൽ, അക്ഷരാർത്ഥത്തിൽ നമ്മുടെ വീട്ടിന്റെ പിൻമുറ്റത്ത്, ഭൂമിയുടെ 71% ഉൾക്കൊള്ളുന്ന സമുദ്രം. അതിന്റെ ആഴങ്ങളിൽ നമ്മൾ കണ്ടെത്തിയത് വെറും 20% മാത്രം. 20%. ചൊവ്വയുടെ 100%വും നമുക്ക് ഭൂപടമാക്കാം. പക്ഷേ നമ്മുടെ സ്വന്തം ഗ്രഹത്തിന്റെ 1/5 ഭാഗം മാത്രമേ നമുക്ക് കൃത്യമായി അറിയൂ. എന്തുകൊണ്ട്? നമ്മൾ ബഹിരാകാശത്തേക്ക് കണ്ണുനട്ടപ്പോൾ കടലിനെ മറന്നുവോ? അതോ കടൽ നമ്മളെ അകറ്റി നിർത്തുന്ന എന്തോ രഹസ്യമുണ്ടോ? ഇന്നത്തെ വീഡിയോയിൽ ഈ ചോദ്യത്തിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലാം. മനുഷ്യൻ എപ്പോഴും അറിയാത്തതിനെ ഭയന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സമുദ്രം അറിവിന്റെ അതിർത്തിയായിരുന്നു. ഇന്നും അതങ്ങനെ തന്നെ. ചൊവ്വയിലേക്ക് റോവർ അയക്കുമ്പോൾ നമുക്കറിയാം അവിടെ എന്താണ് പ്രതീക്ഷിക്കേണ്ടതെന്ന്. അവിടെ വായുവില്ല, മർദ്ദം വളരെ കുറവ്. ഇത് എഞ്ചിനീയറിംഗിന്റെ മാത്രം പ്രശ്നമാണ്. പക്ഷേ സമുദ്രം ഭൗതികശാസ്ത്രത്തിന്റെ ഒരു ക്രൂരമായ ശത്രുവാണ്. ഒന്ന് മനസ്സിലാക്കുക, ചൊവ്വയുടെ ഉപരിതലത്തിലെ ഏറ്റവും താഴ്ന്ന ഭാഗത്തെ വായുമർദ്ദം ഭൂമിയിലെ സമുദ്രനിരപ്പിനേക്കാൾ 0.6% മാത്രമാണ്. അതായത് അവിടെ പോകാൻ ശക്തമായ റോക്കറ്റ് മതി. പക്ഷേ സമുദ്രത്തിന്റെ ഏറ്റവും ആഴം കൂടിയ ഭാഗമായ മറിയാന ട്രെഞ്ചിൽ അവിടെ സമ്മർദ്ദം സമുദ്രനിരപ്പിനേക്കാൾ 1100 മടങ്ങ് കൂടുതലാണ്. അതൊരു ആനയെ നിങ്ങളുടെ ചെറുവിരലിനു മുകളിൽ നിർത്തുന്നതിന് തുല്യമാണ്. ഇവിടെ റേഡിയോ തരംഗങ്ങൾ പ്രവർത്തിക്കില്ല, വെളിച്ചമെത്തില്ല. അതിജീവനത്തിനു വേണ്ടി രൂപകൽപ്പന ചെയ്ത മെറ്റലുകൾ പോലും ആ അഗാധതയിൽ ടിന്നിലെ പോലെ ചുരുങ്ങിപ്പോകും. നാം ബഹിരാകാശത്തേക്ക് പേടകമയച്ചു, കാരണം അത് വെല്ലുവിളിയായിരുന്നു. നാം സമുദ്രത്തിലേക്ക് ഇറങ്ങാത്തത് അത് അസാധ്യമായ വെല്ലുവിളിയായതുകൊണ്ടാണ്. ചൊവ്വയിലേക്ക് നമുക്ക് ആയിരക്കണക്കിന് ചിത്രങ്ങൾ അയക്കാം, പക്ഷേ സമുദ്രത്തിന്റെ 20% മാത്രമേ നമുക്ക് മാപ്പ് ചെയ്യാൻ കഴിഞ്ഞൂ എന്ന് പറയുമ്പോൾ നമ്മൾ സാറ്റലൈറ്റ് വഴി കണ്ട ആഴം കുറഞ്ഞ ഭാഗങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് സമുദ്രത്തിന്റെ അടിത്തട്ട് മാപ്പ് ചെയ്യാൻ ശാസ്ത്രജ്ഞർ ഉപയോഗിക്കുന്നത് ആൾട്ടിമെട്രി എന്ന സാങ്കേതികവിദ്യയാണ്. ഉപഗ്രഹങ്ങൾ സമുദ്രോപരിതലത്തിലെ ഗുരുത്വാകർഷണ വ്യതിയാനങ്ങൾ അളക്കുന്നു. അത് നമുക്കൊരു ഊഹം തരുന്നു, എവിടെയൊക്കെ വലിയ പർവ്വതങ്ങൾ ഉണ്ടാകുമെന്നതിന്റെ ഒരു മങ്ങിയ ചിത്രം. നേരിട്ട് പോയി കണ്ട് കൈകൊണ്ട് സ്പർശിച്ച് മാപ്പ് ചെയ്യണമെങ്കിൽ അത് സോണാർ ഉപയോഗിച്ച് മാത്രമേ സാധിക്കൂ. ഒരു ബോട്ടിൽ നിന്ന് ശബ്ദതരംഗങ്ങൾ അയച്ച് തിരിച്ചുവരുന്ന സമയം കണക്കാക്കി ഭൂപടമുണ്ടാക്കുക. ഇത്രയും വലിയ സമുദ്രം ഈ രീതിയിൽ മാപ്പ് ചെയ്യാൻ ഒരു കണക്ക് പ്രകാരം 1000 വർഷത്തിലധികം സമയം വേണ്ടിവരും. അതുകൊണ്ടാണ് നമുക്കിതുവരെയുള്ളത് വെറും 20% മാത്രമെന്നത്. എന്നാൽ ഇവിടെയാണ് കഥയുടെ ഏറ്റവും രസകരമായ ഭാഗം. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് ഇത്രകാലം ഈ 20% പോലും കണ്ടെത്താൻ നമ്മൾ വിമുഖത കാണിച്ചത്? അത് പണം കൊണ്ടോ ടെക്നോളജി കൊണ്ടോ മാത്രമുള്ള പ്രശ്നമല്ല. അത് മനുഷ്യ മനസ്സിന്റെ ഒരു പ്രതിരോധ സംവിധാനമാണ്. ബഹിരാകാശം ഭയപ്പെടുത്തുന്നതാണ്, അതെ, പക്ഷേ അതൊരു വ്യക്തമായ ഭയമാണ്. ശൂന്യത, വായുരഹിതം. നമുക്കതിനെ മനസ്സിലാക്കാം. സമുദ്രം നമ്മുടെ അവബോധത്തെ വെല്ലുവിളിക്കുന്നു. അവിടെ താഴേക്ക് എന്നത് മുകളിലേക്ക് എന്നതുപോലെയാണ്. നമ്മുടെ ശരീരം അവിടെ അന്യമാണ്. മനഃശാസ്ത്രപരമായി മനുഷ്യൻ ആഴങ്ങളെ ഭയക്കുന്നു. തലാസോഫോബിയ എന്നൊരു പദമുണ്ട്, വലിയ ജലാശയങ്ങളോടുള്ള ഭയം. നമ്മുടെ ഉപബോധ മനസ്സ് സമുദ്രത്തെ അറിവില്ലായ്മ എന്നാണ് വ്യാഖ്യാനിക്കുന്നത്. നമുക്ക് കാണാത്തത്, നമുക്ക് നിയന്ത്രിക്കാനാവാത്തത്. നമുക്ക് ചൊവ്വയെ നിയന്ത്രിക്കാനാവില്ല, പക്ഷേ അത് അവിടെയാണ്, സുരക്ഷിതമായ അകലത്തിൽ. സമുദ്രം ഇവിടെയാണ്, നമ്മുടെ വീടിന് അടിത്തട്ടിൽ. അത് നമ്മുടെ ചുറ്റുമുണ്ട്. എന്നാൽ ഇത് കേവലം ഭയം മാത്രമല്ല. ചൊവ്വയിലേക്ക് പോകുമ്പോൾ നമുക്ക് ലക്ഷ്യമുണ്ട്. കോളനിവൽക്കരണം, ജീവന്റെ ഉത്ഭവം, അല്ലെങ്കിൽ സാങ്കേതിക മേൽക്കോയ്മ. അതൊരു മുന്നേറ്റമാണ്. സമുദ്രം നമ്മളെ തിരിച്ചു വിളിക്കുന്നു, നമ്മുടെ ഭൂതകാലത്തിലേക്ക്. ജീവന്റെ ഉത്ഭവം അവിടെ നിന്നായിരുന്നു. ഓരോ മനുഷ്യ ശരീരത്തിലും അവിടുത്തെ ലവണാംശം നിലനിൽക്കുന്നു. എന്തുകൊണ്ട് നമ്മൾ അവിടേക്ക് മടങ്ങിപ്പോകുന്നില്ല? കാരണം നമ്മൾ അറിയാൻ ആഗ്രഹിക്കാത്ത ചില സത്യങ്ങൾ അവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. 2018 ബ്രസീലിയൻ ശാസ്ത്രജ്ഞർ ആമസോൺ നദീമുഖത്ത് നിന്ന് 4 കിലോമീറ്റർ അടിയിൽ ഒരു പുതിയ തരം ബാക്ടീരിയ കണ്ടെത്തി. അതിന് ഓക്സിജൻ ആവശ്യമില്ല. അത് ഭൂമിയിലെ ആദ്യ ജീവരൂപങ്ങളുടെ സഹോദരനായിരുന്നു. ഇതുപോലെ എത്രയെത്ര ജീവരൂപങ്ങൾ! അതോ മറിഞ്ഞിരിക്കുന്ന സംസ്കാരങ്ങൾ? അതോ നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അവസാന മുന്നറിയിപ്പുകൾ? ചൊവ്വയുടെ 100% മാപ്പ് ചെയ്യുന്നത് നമുക്ക് അഭിമാനം നൽകുന്നു. എന്നാൽ സമുദ്രത്തിന്റെ ബാക്കി 80% അറിയാത്തത് നമ്മുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണ്. നമുക്കറിയില്ല എന്നതുകൊണ്ട് അവിടെ ഒന്നുമില്ല എന്നർത്ഥമാക്കുന്നില്ല. ഇപ്പോൾ ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞർ ഒരു പുതിയ മത്സരത്തിലാണ്. അത് ചൊവ്വയിലേക്കുള്ള മത്സരമല്ല, അത് സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്കുള്ള മത്സരമാണ്. ജെയിംസ് കാമറൂൺ മുതൽ പുതിയ സ്വകാര്യ സംരംഭങ്ങൾ വരെ മനുഷ്യർ വീണ്ടും ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. നാസ പോലും ഓർഫിയസ് എന്ന പേരിൽ സ്വയം ഭരണ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു റോബോട്ടിക് ലാൻഡർ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഉത്തരമെന്താണ്?
എന്തുകൊണ്ട് നാം ചൊവ്വയെ പൂർണ്ണമായും മാപ്പ് ചെയ്തു, പക്ഷേ സമുദ്രത്തിന്റെ 20% മാത്രം? കാരണം ചൊവ്വ നമ്മുടെ സ്വപ്നമായിരുന്നു, അത് ഭാവിയായിരുന്നു. സമുദ്രം നമ്മുടെ ഭൂതകാലമാണ്, നമ്മുടെ ഭയവും നമ്മുടെ ഉത്ഭവവും. നമ്മൾ ഭാവിയിലേക്ക് ഓടുമ്പോൾ ഭൂതകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ നമുക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മാറുകയാണ്. കാരണം നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കി, സമുദ്രം മനസ്സിലാക്കാതെ ചൊവ്വയിലെ കോളനിയും അർത്ഥം ശൂന്യമാണ്. ഓക്സിജൻ, ജലം, ഭാവിയിലെ ഭക്ഷണം, ഇവയ്ക്കുള്ള ഉത്തരങ്ങൾ ആകാശത്തല്ല, നമ്മുടെ കാലിനടിയിലെ ആ അഗാധതയിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. നമ്മൾ ചൊവ്വയുടെ ഭൂപടം പൂർത്തിയാക്കിയിരിക്കുന്നു. അത് മനുഷ്യന്റെ വിജയമാണ്. എന്നാൽ യഥാർത്ഥ അതിർത്തി, യഥാർത്ഥ വിജയം നമ്മൾ ഇതുവരെ തൊട്ടിട്ടില്ലാത്ത നമ്മുടെ സ്വന്തം ഗ്രഹത്തിന്റെ 80% കീഴടക്കുമ്പോഴായിരിക്കും. ചൊവ്വ നമ്മുടെ സ്വപ്നമാണെങ്കിൽ സമുദ്രം നമ്മുടെ ഓർമ്മ പുസ്തകമാണ്. ഈ ഓർമ്മ പുസ്തകം തുറക്കാൻ നമുക്ക് ധൈര്യമുണ്ടോ? ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമ്മുടെ സമുദ്രത്തിന്റെ ബാക്കി 20% മാപ്പ് ചെയ്യപ്പെടുമ്പോൾ അതിന്റെ ആദ്യ വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കാം. ഇനിയും ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ തയ്യാറാണോ? അങ്ങനെയെങ്കിൽ ലൈക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യൂ.